നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കറൻറ്റ് ഫീലിങ്സും ഈ ഒരു മാസം തേർഡ് സിറ്റുവേഷൻസിൽ വരുന്ന മാറ്റങ്ങളുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുകയും ഗൈഡൻസ് ലഭിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. ഏത് സമയത്താണോ നിങ്ങൾ കാണുന്നത് ആ ടൈം മുതൽ അത് റെസനേറ്റ് ആവുന്നതാണ്. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളതിലൊരു വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നിങ്ങളുടെ പ്രസൻസും കണക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ റീഡിങ്സ് കാണുന്ന മുമ്പ് നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്ന ആ വ്യക്തിയുടെ പേരും ഫേസും നല്ലപോലെ ഓർമ്മിച്ചും പറഞ്ഞും ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു റീഡിങ്സ് ഓപ്പൺ ചെയ്ത് കാണാൻ ശ്രമിക്കുക. റീഡിങ്സിന് ശേഷം നിങ്ങൾ ഡിവൈനോട് തീർച്ചയായിട്ടും നന്ദി പറയണം. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കാരണം എല്ലാ റീഡിങ്സുകളിലും നിങ്ങളുടെ പ്രസൻസ് കണക്ട് ചെയ്ത് വന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്കത് റെസനേറ്റ് ആവുക. അതല്ല എങ്കിൽ ജസ്റ്റ് കേട്ട് കടന്നു പോകാമെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ നമ്മളെപ്പോഴും നമുക്ക് ലഭിക്കുന്ന എന്ത് കാര്യത്തിനും നമ്മൾ നന്ദിയുള്ളവരാവാൻ ശ്രമിക്കുക. അതനുസരിച്ച് തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വിജയങ്ങളും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ എങ്കിലും നിങ്ങളുടെ ഒരു പ്രസൻസ് അവിടെ വരാൻ പാകത്തിന് രേഖപ്പെടുത്തണം കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് റീഡിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം കണക്ട് ചെയ്തെടുക്കാവുന്നതാണ് ടാറോ റീഡിങ്സ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. ഡിവൈൻ്റെ ഒരു പ്രസൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി എടുക്കാനും അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനും ഒക്കെ സാധിക്കുന്ന ഒരു എനർജി കൂടിയാണ് കേട്ടോ ടാറോ റീഡിങ്സുകൾ. അപ്പം നമുക്ക് റീഡിങ്സിൽ നോക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. കുറച്ച് നാളായിട്ട് തേർഡ് സിറ്റുവേഷൻസ് ഒന്ന് നോക്കാൻ പറഞ്ഞ് എനർജിയാണ് എടുക്കുന്നത്. തേർഡ് പാർട്ടി ഉള്ളവരും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് കൺഫ്യൂഷൻ ഉള്ളവരും മാത്രം എനർജിയെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി വരുമ്പോൾ ഇതിനകത്ത് കണക്റ്റഡ് ആയിരിക്കുന്നത് മാർച്ച് മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ ജൂലൈ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട്. പിന്നെ സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. അത്ര എനർജികളുടെ പ്രസൻസാണ് കേട്ടോ കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി തന്നെയാണ് കാണുന്നത്. വളരെ പ്രഷ്യസ് ആകുന്ന അല്ലെങ്കിൽ വളരെയധികം ഒരു ഹാപ്പിനെസ് എനർജിയാണ് നമുക്ക് തേർഡ് പാർട്ടിയോടുള്ളൊരു ഫീലിങ്സിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് വരുമ്പോൾ അവർക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് സിറ്റുവേഷൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അവരൊന്നു മാറി ചിലപ്പോൾ അങ്ങനെ ഒരു എനർജിയിലൂടെ കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാവാം. വലുതും ചെറുതുമാകുന്ന ഒരുപാട് ബന്ധങ്ങളെ കണക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാവാം. അതല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ കണക്റ്റഡ് ആകുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാവാം. അതിനകത്ത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ഈ കറൻറ്റിൽ തിരഞ്ഞെടുത്തത് തേർഡ് പാർട്ടി പ്രസൻസിനെയാണ്. തേർഡ് പാർട്ടി എന്നത് അവർക്ക് വളരെയധികം ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യിച്ച ഒരു എനർജി തന്നെയാണ്. അതുമാത്രവുമല്ല തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു വശീകരണത്തിൻ്റെ എനർജി കൂടി കാണുന്നുണ്ട് കേട്ടോ. അതായത് വളരെയധികം കണ്ണിങ് ആയിട്ട് തന്നെ, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പവറുള്ള ഒരു ലേഡി, ഒരു ഫെമിനിയൻ പ്രസൻസ് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണേലും തേർഡ് സിറ്റുവേഷൻസും വളരെയധികം ഒരു ഒരു എനർജറ്റിക്കാണ്. അതായത് ഈ ഒരു റിലേഷൻ തന്നെ ഇവർക്ക് കണക്റ്റഡ് ആകുമെന്ന് കുറേ കാലങ്ങൾ കൊണ്ട് അവർ മനസ്സിലാക്കിയിരുന്നു. ഈ ഒരു വ്യക്തിയിൽ നിന്നും തേർഡ് പാർട്ടിക്ക് ഇങ്ങനെ ഒരു പ്രസൻസ് ലഭിക്കുമെന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ എനർജി തേർഡ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്ന അട്രാക്റ്റ് ചെയ്തെടുത്ത ഒരു എനർജി കൂടി പറയാൻ പറ്റും. അവരിലെ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ അവരിലെ ആ ഒരു ആകർഷണം, മറ്റു വ്യക്തികളെ ആകർഷിക്കാൻ പാകത്തിനുള്ള ഒരു പവർ എനർജി ഉണ്ട് തേർഡ് സിറ്റുവേഷൻസിലെന്നാണ് കാണുന്നത്. അപ്പം മുന്നിലുണ്ടായിരുന്ന പല കാര്യങ്ങളെക്കാളും പ്രഷ്യസ് ആയിട്ടൊരു എനർജി ആയിട്ട് തേർഡ് പാർട്ടിയെ ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണുന്നത്. ഇമോഷണൽ ബാലൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ വളരെയധികം ഒരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ട്
ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ അറിഞ്ഞും ആലോചിച്ചും തീരുമാനിച്ചും തന്നെ കണക്റ്റഡ് ആയതാണ്. അല്ലാണ്ട് ഒരു എടുത്തുചാട്ടമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും ഒരു ഉറച്ച തീരുമാനം പോലെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്. ഒന്നെങ്കിൽ ഒരു ട്രാവലിംഗ് എനർജിയിലൂടെ തന്നെയാവാം, അതല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കുള്ളൊരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്ത് വിദേശത്തൊക്കെ ചെന്നിട്ട് അവിടെ വെച്ച് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക്, മറ്റൊരു ജീവിത സാഹചര്യത്തിലേക്ക് എത്തിയിട്ട് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് വന്നതിൻ്റെ ഫലമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു തേർഡ് സിറ്റുവേഷൻസ് ആണ്. ശരിക്കും തേർഡ് പാർട്ടി ശരിക്കും കണക്റ്റ് ചെയ്ത് എടുത്ത ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടിക്ക് ഈ ഒരു പേഴ്സൺ വശംവദമായി നിന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ കരിയർ ബേസിനെ കണക്റ്റ് ചെയ്തോ അല്ലെങ്കിൽ കരിയർ കണക്റ്റ് ചെയ്തുള്ള ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്തോ ആണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് അവർ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തത്. തേർഡ് പാർട്ടി പ്രസൻസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പം വളരെ മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണുന്നൊരു പേഴ്സണാണ്. അതായത് വരും വരായികളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടും അറിയാം, തെറ്റും ശരിയും എല്ലാം കറക്റ്റായിട്ട് അറിയുകയോ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയൊക്കെ ഉള്ള, അല്ലെങ്കിൽ അത്രത്തോളം ഒരു മെച്യൂരിറ്റി ഉള്ള എനർജിയിൽ നിൽക്കുന്ന തേർഡ് സിറ്റുവേഷൻസുകളാണ് ഇതിനകത്ത് കാണുന്നത്. കൂടാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ശരിക്കും ഇവർ തമ്മിലുള്ളൊരു എനർജി എന്ന് പറയുന്നത് അതൊരു മുന്നോട്ടേക്ക് മാക്സിമം കൊണ്ടെത്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചില പ്രതീക്ഷകളുള്ള എന്തൊക്കെയോ നേട്ടങ്ങളെ ബേസ് ചെയ്തും ചിലപ്പോൾ അതൊരു പൊസിഷനൊക്കെ ആയിരിക്കാം കേട്ടോ. കരിയർ എനർജിയിലുള്ളൊരു പൊസിഷനെ ബേസ് ചെയ്തൊക്കെ ആയിരിക്കാം ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ഇത്രത്തോളം ഒരു പൂർണ്ണത നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എംബറസ് എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി മറ്റാരുടെ ഒരു ഗൈഡൻസും കൂടി ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് എത്തിച്ചേരാൻ 1-2 വ്യക്തികളുടെ പ്രസൻസ്, സപ്പോർട്ടും കൂടി ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ഉണ്ടായിട്ടുണ്ട്. ഒന്നെങ്കിൽ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ നിന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേറെ പുറമേ ഉള്ള ഔട്ട്സൈഡുള്ള 2 വ്യക്തികളുടെ പ്രസൻസിലൂടെ തന്നെയാണ് കണക്റ്റഡ് ആക്കി എടുത്തത്. അത് പോസിറ്റീവ് ആവുകയും ചെയ്തു. നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും സാമ്പത്തികപരമാകുന്ന ഒരു സഹായമോ മറ്റെന്തൊക്കെയോ ഒരു പുതിയ തുടക്കത്തിനുള്ള ഒരു സപ്പോർട്ടോ ലഭിച്ചിട്ടുമുണ്ട്. അതുവഴി നിങ്ങളുടെ വ്യക്തിക്ക് പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിട്ടുണ്ട് ജീവിതത്തിൽ. മറ്റെല്ലായിടത്തും നിന്നും തോറ്റു നിന്ന് അല്ലെങ്കിൽ പരാജയപ്പെട്ട് നിന്ന് പല കാര്യങ്ങളിലും നിങ്ങളുടെ വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടിയുടെ എനർജിയിൽ സക്സസ് നേടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ സിംഗിൾ എനർജിയിലൊക്കെ ആണെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടൊരു മാര്യേജിനെ കുറിച്ച് പോലും നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജി വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതായത് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിന് ആഗ്രഹിക്കുന്നതായിട്ടും അതല്ലെങ്കിൽ അതിന് വേണ്ട ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് സിംഗിൾ എനർജിയിലുള്ളവർ ചിന്തിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി ഉണ്ട്. മൾട്ടിപ്പിൾ പ്രയോറിറ്റിയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലൊരു മാർഗനിർദ്ദേശിയായിട്ടോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ അവരെ അട്രാക്റ്റ് ചെയ്ത് എടുത്തതാണെങ്കിൽ പോലും അവർ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഒരു ഇടയ്ക്കൊരു കൺഫ്യൂസ്ഡ് എനർജി, ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി വരുന്നുണ്ട്. അതായത് ഈ ഒരു ബന്ധത്തിനകത്തൊരു ഗ്രോത്ത്, അതായത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുക എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു മാര്യേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ എന്ത് കാര്യമാണെങ്കിലും ഒരു പുതിയ തുടക്കം എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ഗ്രോത്ത് ആക്കി എടുക്കണം, ഇതിനെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി വരികയും അവർ പെട്ടെന്ന് തന്നെ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കാരണം അവരുടെ സോള് അവരെ ഗൈഡ് ചെയ്യുന്നില്ല. ഈ ഒരു തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത് സോളിൽ നിന്നും അവർക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടുന്നില്ല. അവരുടെ സാഹചര്യം, ഔട്ട്സൈഡ് ഫോഴ്സ് എനർജി എന്ന് പറയുന്ന അവസ്ഥ, പുറമേയുള്ള അവരുടെ മറ്റ് സാഹചര്യങ്ങളാണ് തേർഡ് പാർട്ടിയുമായിട്ട് മുന്നോട്ടേക്കുള്ള ആ ഒരു ബന്ധം കണക്റ്റ് ചെയ്ത് നിർത്തുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് അവർക്കൊരു ഇന്നർ ഗൈഡൻസ് കിട്ടുന്നുണ്ട്, അത് അവരെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്. അതുപോലെ
എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടിയും ഇവരും തമ്മിൽ ചില സെലിബ്രേഷൻസും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് അവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. പല രീതിയിലും തർക്കങ്ങൾ സംഭവിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു ഹാപ്പി മൂമെൻറ്റ്സ് സൃഷ്ടിക്കാൻ പറ്റാത്ത വിധമുള്ള കോൺഫ്ലിക്റ്റുകൾ ഇവർക്കിടയിൽ വരുന്നുണ്ട്. അതായത് സക്സസ്സിൽ എത്തിക്കാം, അല്ലെങ്കിൽ ഇതിനകത്തൊരു സെലിബ്രേഷനും മറ്റെല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഒരു പൂർണ്ണതയിലേക്ക് പോകാമെന്ന് ചിന്തിക്കുമ്പം തന്നെ ശക്തമായ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതായത് ആ ഒരു ബന്ധത്തിൽ നിന്നും പുറത്ത് കടക്കാം, ഒരു അൺഫുൾഫില്ലിങ് എനർജിയാണ് തോന്നുന്നത്. ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ചില സമയങ്ങളിൽ ഈ ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ വ്യക്തി കണക്റ്റഡ് ആകുന്നുണ്ട്. അതായത് ഒരു വിഡ്രോവൽ എനർജി, അവസാനിപ്പിച്ച് കളയാം എന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട്. പക്ഷേ അവർക്ക് പൂർണ്ണമായിട്ടും തേർഡ് പാർട്ടി അവസാനിപ്പിച്ച് കളയാൻ പറ്റില്ല. കാരണം അവർക്ക് അതിനിടയിൽ ഒന്നെങ്കിൽ ആ ഒരു വ്യക്തിയോട് തോന്നിയ ഒരു അൺകണ്ടീഷണലായ ഒരു സ്നേഹമാവാം, അതായത് അത്രത്തോളം ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം തോന്നിയത് കൊണ്ടാവാം. അതല്ല എങ്കിൽ അവർക്കിടയിലുള്ള ചില എഗ്രിമെൻറ്റുകൾ, അവർ തമ്മിലുള്ള ചില ഇടപാടുകളെ ബേസ് ചെയ്ത് നിങ്ങളുടെ വ്യക്തിക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇമോഷൻസിനെയൊക്കെ അവർ ഇടയ്ക്കൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ആ ഹൈഡ് ചെയ്യുന്ന സമയത്ത് ശക്തമാകുന്ന കോൺഫ്ലിക്റ്റ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി വിട്ടുപോകും എന്നുള്ളൊരു തോന്നൽ തേർഡ് പാർട്ടിക്ക് വരുമ്പം തന്നെ തേർഡ് പാർട്ടി അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയും വീണ്ടും ഇമോഷണലി ഇവരെ കണക്റ്റ് ചെയ്യാൻ, ഇവരെ പെട്ടെന്ന് തന്നെ മാറി ഇവരുമായിട്ട് നല്ല പോലൊരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് മുന്നോട്ടേക്കുള്ള ഈ ഒരു യാത്രയിൽ കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഇതെങ്ങനെ, എന്ത് ചെയ്യും, എന്തായിരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്നൊക്കെ ഉള്ള ഒരു എനർജി തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ കൺഫ്യൂഷനുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവരിടയ്ക്ക് ബൗണ്ടറി ഇടുന്നുണ്ട്. ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയി നോക്കുന്ന സമയം കാണുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേനും തേർഡ് പാർട്ടി കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കർമ്മ ബേസ് കൂടി ഇതിൻ്റെ എനർജിയെ ബേസ് ചെയ്ത് കടന്നു പോകുന്നുണ്ട്. സമയത്തിൻ്റെ ചില പ്രശ്നങ്ങളൂടി നിങ്ങളുടെ വ്യക്തി നേരിടേണ്ടി വരുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ. ഞാൻ ചിന്തിച്ചതുപോലെ പാസ്റ്റിലെ കാര്യത്തെ അവർ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മ അവർക്കൊരു കൺഫ്യൂഷൻ എനർജി വരുത്തുന്നുണ്ട്. തേർഡ് പാർട്ടിയിൽ ഒരു സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ എടുക്കുമ്പം പിന്നീട് തിരിഞ്ഞു നോക്കാൻ അല്ലെങ്കിൽ പിന്നീട് തിരിച്ചു വരിക എന്നത് അസാധ്യമായ കാര്യമാണ് എന്നുള്ളത് തേർഡ് പാർട്ടി ആ ഒരു സാഹചര്യത്തെ ബേസ് ചെയ്ത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും തേർഡ് സിറ്റുവേഷൻസിനെ കുറിച്ച് അവർക്ക് പഠിക്കാനുണ്ട്, അറിയാനുണ്ടെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. തേർഡ് പാർട്ടിയെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മനസ്സിലാക്കൽ നിങ്ങളുടെ വ്യക്തിയിൽ സ്ട്രോങ് ആയിട്ട് കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു സക്സസ് ഉണ്ട്. തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത് നോക്കുമ്പം ആക്ഷൻ എടുത്ത അത്രയും കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തി കൂടി ചേർന്ന് റീയൂണിയൻ കണക്റ്റ് ചെയ്ത് ഒരുമിച്ച് പോയ സിറ്റുവേഷൻസുകളെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് വിജയങ്ങൾ കൊയ്യാൻ പറ്റിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഒരു വിൽ പവറും കൺട്രോളിങ് പവറൊക്കെ വരികയും പല കാര്യങ്ങളും പൂർണ്ണതയിൽ എത്തിക്കാൻ, സക്സസ്സിൽ എത്തിക്കാൻ, പോസിറ്റീവായതും നെഗറ്റീവാകുന്ന കാര്യങ്ങളെ ഈ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടിയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു തേർഡ് പാർട്ടിയെ വിട്ടുപോരാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് തേർഡ് പാർട്ടിയെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി പോലെ കണക്റ്റ് ചെയ്തുവെങ്കിലും അത് ഫ്രണ്ട്ഷിപ്പ് എനർജിയിലല്ല നിന്നത്, അതിനും അപ്പുറത്തേക്ക് ആ ഒരു ബന്ധം കടന്നുപോയി. പക്ഷേ ആ ഒരു ബന്ധം കടന്നു പോയപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് അതിൽ നിന്നും ചില നേട്ടങ്ങൾ ഉണ്ടായി. അതാണ് അവിടെ ഒരു സ്റ്റക്നെസ്സും കൺഫ്യൂഷനും തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം ഒരു ചലഞ്ചിങ്, ഒരു വെല്ലുവിളി പോലെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട്, പുറത്ത് കടക്കാം, എല്ലാം അവസാനിപ്പിക്കാമെന്ന്. പക്ഷെ അപ്പോഴും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടിയ ചില അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ച ചില സപ്പോർട്ട് ആ ഒരു വ്യക്തിയെ അവിടെ സ്റ്റക്ക് ആക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നതുകൊണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ അവർ ഫോക്കസ്ഡ് ആണ്. നിങ്ങളിലേക്ക് തിരിച്ചു വരണം, നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു എന്നുള്ളത് അവർ മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിന് പറ്റിയൊരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി മടങ്ങി വരും. തേർഡ് പാർട്ടീനെ ഉപേക്ഷിക്കാൻ പറ്റാത്തത് തേർഡ് പാർട്ടി എന്ന വ്യക്തിയെ ബേസ് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി അത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ബേസ് ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്
പിന്നെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ബൗണ്ടറി ഇടാതെ അമിതമായിട്ടും കണക്റ്റഡായി പൂർണ്ണതയോടുകൂടി കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഇപ്പം അവർ ബൗണ്ടറി ഇട്ടാലും അവിടെ അവർക്കൊരു ഫലമില്ലാത്തതായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പം തേർഡ് സിറ്റുവേഷൻസിനോട് വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ വ്യക്തിക്കില്ല, തേർഡ് പാർട്ടിക്കും അവിടെ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ ഉള്ളിലിടയ്ക്ക് സോളിൻ്റെ എനർജി ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങളുടെ വ്യക്തിയെ പിടിച്ച് പാസ്റ്റിലുള്ള ചില ഓർമ്മകളിലേക്ക് മാറ്റുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് സോൾ എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പം കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മാസം ഈ തേർഡ് പാർട്ടി എനർജിയെ ബേസ് ചെയ്ത് എന്താണ് അവരുടെ റിലേഷൻഷിപ്പിൽ വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്തംഭന അവസ്ഥയാണ് വരുന്നത് കേട്ടോ. അവർക്കിടയിൽ ശക്തമാകുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വിശ്വാസ വഞ്ചന സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നോ അവിടെ ഒരു കോൺഫ്ലിക്റ്റിനുള്ള എനർജി കാണുന്നുണ്ട്. ആൻസൈറ്റി അതുപോലെ തന്നെ കുറച്ച് ഭയത്തെയൊക്കെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത് ഒരു ചതി സംഭവിക്കാൻ 100% സാധ്യത കാണുന്നുണ്ട്. അത് കാലം കണക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് ആ ഒരു സമയത്തിൻ്റെതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയുക, തിരിച്ച് നടക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം അവർക്ക് ഈ ഒരു മന്ത് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരൊരുപാട് ആലോചിക്കേണ്ടി വരും. ഒന്നിലധികം കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് തേർഡ് പാർട്ടിയുമായിട്ട് ഇവർ പല രീതിയിലുള്ള എഗ്രിമെൻറ്റുകളും ഉണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. സാമ്പത്തിക സപ്പോർട്ടിങ് കാണും, ഫിനാൻഷ്യൽ അതുപോലെ തന്നെ ഫിസിക്കലി ആയിട്ടുള്ള എന്തെങ്കിലും എനർജികളെ ബേസ് ചെയ്ത് നിന്നിട്ടുണ്ടാവാം. എന്താണെങ്കിലും തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത് ഇവർക്ക് പെട്ടെന്നൊന്നും തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുകയില്ല. ശരിക്കും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒന്നിലധികം കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് തേർഡ് പാർട്ടിയും ഇവരും തമ്മിൽ ചില എഗ്രിമെൻറ്റുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ജസ്റ്റിസ് ഉണ്ട് അവിടെ കേട്ടോ. ഒരു കർമ്മ നേരിടേണ്ടി വരും, ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് കർമ്മ നേരിടേണ്ടി വരും. ഈ ഒരു മന്ത് നിങ്ങളിലേക്ക് അവരിലെ ഒരു കണക്ഷൻ വരും കേട്ടോ. തേർഡ് പാർട്ടി പോയോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് അവർക്ക് നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടി വരുന്ന, അതായത് പാസ്റ്റിലേക്ക് തിരിച്ച് വരേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയെ ബേസ് ചെയ്തു, അവരുടെ കുടുംബത്തെ ബേസ് ചെയ്തുമെല്ലാം കുറച്ച് നിരാശ അനുഭവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കണക്റ്റ് ചെയ്ത് അത് ഫാമിലിയിൽ വരെ ബാധിക്കുന്ന രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്. അത് അവർക്ക് കുറച്ച് കുറ്റബോധവും നിരാശയും ഫ്രസ്ട്രേഷനും ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഒരു റീയൂണിയൻ എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം മാത്രമല്ല കുറച്ച് മെച്യൂരിറ്റിയോടുകൂടി അവർക്ക് കാര്യങ്ങളെ കാണുകയും ചെയ്യണം. അതായത് അവരുടെ ആ ഒരു പൊസിഷൻ, അവർ ഏത് സിറ്റുവേഷൻസ് ആണോ അവരുടെ ആ ഒരു എനർജി നിൽക്കേണ്ടത്, അവർക്ക് എത്രത്തോളം ഉത്തരവാദിത്തമാണോ സമൂഹത്തോടും ഫാമിലിയോടും ബന്ധങ്ങളോടും കാണിക്കേണ്ടത്, അതിലെല്ലാം അവർ ശരിക്കും ഊർജ്ജസ്വലതയോടുകൂടി ഈ ഒരു മന്ത് നിൽക്കാനും സാധിക്കും. പക്ഷെ കുറച്ച് ഇഷ്യൂസുകൾ ഉണ്ടാകുകയും കുറച്ച് സ്ട്രഗിളിങ്, നിരാശ, ഫ്രസ്ട്രേഷൻ എനർജിയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരികയും ചെയ്യുന്നു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി. അപ്പോൾ തേർഡ് പാർട്ടി പ്രസൻസിലേക്ക് നോക്കുമ്പം അത്ര വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്, മാനേജിങ് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വ്യക്തിയിലൊരു മുഷിച്ചിൽ വരുന്നുണ്ട്. അതായത് പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോരേണ്ടി വരുന്ന, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് നീതി തരേണ്ടി വരുന്ന, ജസ്റ്റിസ് നടപ്പിലാക്കേണ്ടി വരുന്ന ഒരു തോട്ട്സ് അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് അവർക്കിടയിൽ ചെറിയൊരു പ്രശ്നങ്ങൾ, ചെറിയ പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും ഈ മന്ത് തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് ശക്തമാകുന്ന ഒരു തിരിച്ചടി ലഭിക്കുന്നുണ്ട്. ഒരു ചെറിയ രീതിയിലൊരു വിശ്വാസ വഞ്ചനയുടെ പ്രസൻസ് കാണുന്നുണ്ട്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും സംഭവിക്കാൻ, സാമ്പത്തികപരമായിട്ടോ ഇമോഷണലി ആയിട്ടോ അതല്ലെങ്കിൽ മറ്റാരോടെങ്കിലും തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് പറഞ്ഞൊരു ചീറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടോ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു റീയൂണിയൻ, പാസ്റ്റിലേക്ക് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോ നിങ്ങൾക്കിടയിലും സംഭവിക്കും. അതുപോലെ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് നിങ്ങളുടെ വ്യക്തിക്ക് ഫാമിലിപരമായിട്ട് കുറച്ച് ഇഷ്യൂ, കുറച്ച് സ്ട്രഗിളിങ് ഈ ഒരു മന്തിൽ തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത് നേരിടേണ്ടി വരും. ചിലപ്പോൾ പേരൻസിൽ നിന്നോ മറ്റു സഹോദര ബന്ധങ്ങളിൽ നിന്നോ ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു തിരിച്ചടി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണം ഈ ഒരു പേഴ്സൺ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സിറ്റുവേഷൻസും
കാണുന്നുണ്ട്.